ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സഹ്ല. ഇന്ന് ലിവ ഡേറ്റ് ഫെസ്റ്റിവലിലെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അബുദാബിയിലെ അൽദഫ്ര റീജിയണിലെ ലിവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ലിവ ഡേറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. 15ാമത് ഡേറ്റ് ഫെസ്റ്റിവലാണ് ഇത്തവണത്തേത്. എല്ലാ വർഷവും ഈ സമയത്ത് ഇവിടെ ഈ ഡേറ്റ് ഫെസ്റ്റിവൽ നടക്കാറുണ്ട്. അബുദാബിയിൽ നിന്ന് ഏകദേശം ഒരു 250 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ലിവ ഡേറ്റ് ഫെസ്റ്റിവൽ നടക്കുന്ന ലിവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഈത്തപ്പഴമൊക്കെ പഴുക്കുന്ന ഈ സമയമാകുമ്പോഴാണ് എല്ലാ വർഷവും ഡേറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ജൂലൈ 17-നാണ് ഇത് തുടങ്ങിയത്. ഇനി ഇത് 27 വരെയും കൂടെ ഉണ്ടാകും. അങ്ങനെ 10 ദിവസമാണ് ഈ ഫെസ്റ്റിവൽ ഉണ്ടാവുക. ഇവിടെയാണ് ലിവ ഡേറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇവിടെ ഇതിനു വേണ്ടി പെർമനൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഈ കാണുന്ന ലിവ ഡേറ്റ് ഫെസ്റ്റിവലിന് എഴുതിയിട്ടുള്ള ഈ വാളൊക്കെ ഇവിടെ പെർമനൻ്റ് ആയിട്ട് തന്നെ ഉള്ളതാണ്. പിന്നെ ഈ ഡേറ്റ് ഫെസ്റ്റിവലിൻ്റെ ടൈം ആകുമ്പോഴാണ് ഈ ടെൻറ്റ് ഉണ്ടാക്കുന്നത്. ഈ ടെൻറ്റിൻ്റെ ഉള്ളിലാണ് ഡേറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇതാണ് എൻട്രൻസ്. ഈ എൻട്രൻസിൻ്റെ 2 സൈഡിലേക്കും നല്ല നീളത്തിൽ തന്നെ ടെൻറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഇങ്ങനെ കച്ചവടമായിട്ടും പിന്നെ ഓരോന്ന് പ്രദർശനത്തിന് വെച്ചതായിട്ടും ഒക്കെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. പിന്നെ ഈന്തപ്പഴത്തിൻ്റെ പല കാറ്റഗറിയിലുള്ള കോമ്പറ്റീഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഇതിവിടെ ഉണ്ടായിരുന്നൊരു ബുക്കാണ്. ഇതിൽ ഈന്തപ്പനയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദ ബ്ലെസ്ഡ് ട്രീ എന്നാണ്. ശരിക്കും ഒരു ബ്ലെസ്ഡ് ട്രീ തന്നെയാണ്. ഇവിടെയാണ് ഡേറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നത്. പല കാറ്റഗറിയിലുള്ള ഡേറ്റ് കോമ്പറ്റീഷൻ ഉണ്ട്. കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള ഡേറ്റ്സാണ് ഈ കൊട്ടകളിലൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിന് നല്ല പ്രൈസ് മണിയുണ്ട്. ഡേറ്റ് കോമ്പറ്റീഷൻ മാത്രമല്ല, ലെമൺ കോമ്പറ്റീഷൻ, മോഡൽ ഫാം കോമ്പറ്റീഷൻ, മാംഗോ കോമ്പറ്റീഷൻ, ബെസ്റ്റ് ഹെറിറ്റേജ് മോഡൽ കോമ്പറ്റീഷൻ, അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. അതിനൊക്കെ പ്രൈസ് മണിയുണ്ട്. ഈന്തപ്പഴം ഇങ്ങനെ പഴുത്ത് തുടങ്ങുന്നൊരു സമയമാകുമ്പോഴാണ് ഈ ഫെസ്റ്റിവൽ ഉണ്ടാവാറ്. പിന്നെ ഈ കോമ്പറ്റീഷനൊക്കെ വെക്കുന്നത് തന്നെ മുഴുവൻ പഴുപ്പാകാത്ത ഈന്തപ്പഴമാണ്. ഇതെല്ലാം ഇവരുടെ ഹെറിറ്റേജ് വില്ലേജിൻ്റെ മോഡലാണ്. ഇതും കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. ഹെറിറ്റേജ് വില്ലേജിൻ്റെ സ്റ്റിൽ മോഡലാണ്. പഴയ കാലത്തെ അറബ് നാട്ടിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഈ സ്റ്റിൽ മോഡലുകളിലൂടെയൊക്കെ കാണിച്ചിട്ടുള്ളത്. അവരുടെ പഴയ ജീവിതം എങ്ങനെയായിരുന്നു എന്നാണ് ഇതിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോന്നും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇങ്ങനെ പല സ്റ്റാളുകളുടെ മുന്നിലും ഇങ്ങനെ ഈന്തപ്പഴം വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിനൊക്കെ എടുത്ത് കഴിക്കാം. പല വെറൈറ്റിയിലുള്ള ഈന്തപ്പഴം ഉണ്ട്. പല കളറിലും പല വലിപ്പത്തിലും ഒക്കെ ഉള്ള ഈന്തപ്പഴം ഉണ്ട് ഇവിടെ. എല്ലാം ഈ വർഷത്തെ ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം കൊണ്ടുണ്ടാക്കിയ സ്വീറ്റ്സ് ഒക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഇവിടുന്ന് സാമ്പിൾ കിട്ടിയ ഒരു ഡേറ്റ്സ് ഹൽവയാണ്. ഡേറ്റ്സും ഏലക്കായും അതുപോലെ പിസ്ത ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ഹൽവയായിരുന്നു. ഇത് അറബിക് സ്വീറ്റായ ലുക്കൈമത്താണ്. ഇത് ഡേറ്റ് സിറപ്പിലിട്ടിട്ടാണ് സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റുള്ളൊരു സ്വീറ്റാണ്. ഇവിടെ ഇങ്ങനെ കണ്ടു നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഓരോന്ന് കഴിക്കാനും കിട്ടുന്നുണ്ട്. ഇതെല്ലാം മൃഗങ്ങൾക്ക് കൊടുക്കുന്ന പലതരത്തിലുള്ള തീറ്റകളാണ്. പിന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റിയിലുള്ള ഈന്തപ്പഴം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം ഈന്തപ്പന മരത്തിൻ്റെ പല ഭാഗങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള ഓരോ ഫർണിച്ചറുകളാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫർണിച്ചറുകളും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, കുട്ടികൾക്കുള്ള ആട്ടുകട്ടിലാണ്. അതുപോലെ അറബികളുടെയൊക്കെ മജ്ലിസ് അറേഞ്ച് ചെയ്യുന്ന പോലുള്ള സീറ്റിംഗ് ആണിത്. ഇവിടെ ഇങ്ങനെ ഓരോ സമയത്തും ഓരോ കൾച്ചറൽ പ്രോഗ്രാമും നടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ അറബികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു. കോപ്പിറൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഇതിൻ്റെ മ്യൂസിക് ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതാണ് സറൂദ്. എമിറാത്തി വുമൻസ് കൈകൊണ്ട് മടിഞ്ഞുണ്ടാക്കുന്നതാണിത്. ഈ ഒരു മാറ്റിന് വേണ്ടിയിട്ട് 6 മാസത്തിലധികം ടൈം എടുത്തിട്ടുണ്ട്. 10 മീറ്റർ ഡയമീറ്റർ ഉണ്ട് ഇതിന്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഡേറ്റ്സും ഫ്രൂട്ട്സും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല വലിപ്പമുള്ള ഈത്തപ്പഴമാണ്. ഇതിൻ്റെ പേര് അൻപര എന്നാണ്. പിന്നെ ഇത് നല്ല ഉരുണ്ട ഷേപ്പിലുള്ളതാണ്. അങ്ങനെ പല ടൈപ്പിലുള്ളതും ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് പഴയ അറബ് നാടിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അവരുടെ വസ്ത്രങ്ങളും അവരുടെ ആയുധങ്ങളും പാത്രങ്ങളും പഴയ നാണയങ്ങളും അങ്ങനെ എല്ലാം ഇവിടെ ഉണ്ട്.
ഇവിടെ നല്ല ഭംഗിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ആർട്ട് വർക്ക് ഉണ്ട്. ഇത് ഈന്തപ്പനയുടെ മടൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. മടലിൽ പെയിൻറ് ചെയ്തിട്ടുള്ളതാണ്. നല്ല ഭംഗിയിൽ പെയിൻറ് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്ലിറ്ററിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ പിക്ചേഴ്സൊക്കെ ഇതിൽ വരച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇത് അറേഞ്ച് ചെയ്തും വെച്ചിട്ടുണ്ട്. നമുക്കും ഇത് നമ്മുടെ തെങ്ങിൻ്റെ മടൽ കൊണ്ടും പരീക്ഷിക്കാവുന്നതാണ്. നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇത്. ഇങ്ങോട്ടുള്ള ഈ ഏരിയയിൽ മുഴുവൻ കച്ചവടമാണ്. ഡ്രസ് ഐറ്റംസും ഫുഡ് ഐറ്റംസും ക്രാഫ്റ്റ് ഐറ്റംസ്, പാത്രങ്ങൾ, അങ്ങനെ പലതും ഉണ്ട് ഇവിടെ. ഇത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കൊട്ടകളും ബാഗുകളും ഒക്കെ വിൽക്കുന്നൊരു ഷോപ്പാണ്. ഒരു ലേഡി അവിടെ ഇരുന്നിട്ട് തന്നെ ഇതിങ്ങനെ മടിഞ്ഞുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്തത്. അവരുടെ ഫേസ് കാണിക്കാതെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഈ ബാഗൊക്കെ ഹാൻഡ് മെയ്ഡായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഈ ബാഗിനൊക്കെ 150 ദിർഹംസാണ് റേറ്റ്. പിന്നെ കുട്ടികൾക്കും എൻഗേജ്ഡ് ആവാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് നമ്മൾ നേരത്തെ കണ്ട ആർട്ട് വർക്കിൻ്റെ ബാക്കിയാണ്. ഇത് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, മരമല്ല. ഇതും ഈന്തപ്പനയുടെയൊക്കെ ഓരോ ഷേപ്പൊക്കെയാണ് ഇതിലുള്ളത്. ഇവിടെയും കുട്ടികൾ ഇതിലൊക്കെ പെയിൻറ് ചെയ്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റിവ ഡേറ്റ് ഫെസ്റ്റിവലിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.